Good morning, good afternoon to all. Sorry. Okay, welcome to all of you students. Public health and epidemiology. രണ്ടാമത്തെ ബ്ലോക്ക് 2 ആണ് നമ്മൾ എടുക്കുന്നത്. ബ്ലോക്ക് 1 നമ്മുടെ കംപ്ലീറ്റ് ആയി. എസെൻഷ്യൽസ് ഇൻ എപ്പിഡെമോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ബ്ലോക്ക് 2 ആണ് സൈക്കോളജിക്കൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ്. അതിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ഹെൽത്ത് ആൻഡ് ഇൽനെസ്. അത് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Okay, then I will continue the class. Influence of social factors and health in illness എന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതില് ഒരു ബ്രോഡ് നോഷനിൽ ഒരു ഹെൽത്തിന്റെ ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹെൽത്ത് ആരോഗ്യപരമായ മനുഷ്യർക്ക് മാത്രമാണ് ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും പർട്ടിക്കുലർ കാര്യങ്ങളും ഒന്നും നമ്മുടെ ഡേ ടു ഡേ പ്രോസസ്സിംഗ് ആണ്, ഡേ ടു ഡേ വർക്കിംഗ് ആയാലും ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. നമ്മുടെ എന്താണ് നമ്മുടെ ഹെൽത്ത് നല്ല കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ ബ്രോഡ് നാഷണൽ ഹെൽത്ത് ക്യാൻ ഹാവ് മെനി ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ്. ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, ഫ്രം സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ഡെഫിനിഷൻസ് ടു എംബ്രേസിംഗ് ഫിലോസഫിക്കൽ വൺസ്. ഫിലോസഫിക്കൽ രീതിയിൽ മെഡിക്കൽ ഡെഫിനിഷൻസിന്റെ രീതിയിൽ പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് ഇതിന് ആരോഗ്യത്തെ കുറിച്ച് അല്ലെ. Health is frequently referred as a state well-being. അതായത് health is frequently referred ചെയ്തിരിക്കുന്ന state of well-being as being devoid of sickness. സിക്നസ് ഇല്ലാത്ത ഒരു രോഗം, അങ്ങനെ ഒരു ലോകമാണ് നമ്മൾ എന്താണ് ഫോം ചെയ്യുന്നത്. പക്ഷെ അത് ഒരിക്കലും എന്താണ് ഒരു ഡിറ്റർമൈൻ മാത്രമാണ്, അത് ഒരിക്കലും നടക്കാൻ പോകുന്നതാണെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എ പേഴ്സൺ ബോൺ ഇൻ ജപ്പാൻ ഹാസ് an average life expectancy. ഒരു പേഴ്സന്റെ ജപ്പാനിലെ ജനിക്കുമ്പോൾ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 88 ഇയേഴ്സ് ആണ് പറയുന്നത്. വേറെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഇന്ത്യയിൽ എത്രയാണ്? 68.56 years എന്നാണ് പറയുന്നത്. This is an example of how the health status of different demographic groups differs. Different demographic ഗ്രൂപ്പിന്റെ ഡിഫേഴ്സ് വരുമ്പോൾ ഇങ്ങനെയെല്ലാം നമ്മുടെ എന്താണ് നമ്മുടെ ആവറേജ് ഓരോ ഏജ് നമ്മുടെ എക്സ്പെക്ടൻസി ലൈഫ് എക്സ്പെക്ടൻസി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അതുപോലെ കൺസിഡറിങ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യൻസ് ദ ആവറേജ് ഏജ് ഓഫ് മെന്നിന് 67.3 ഇയേഴ്സ് ആണ് പറഞ്ഞത്. ഇന്ത്യയില് ഒരു മനുഷ്യർ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ജെൻസിന് എത്രയാണ്? 67.3 ഇയേഴ്സ് ആണ് പറയുന്നത്. വുമണിന് എത്രയാ പറയുന്നത്? 69.6 ഇയേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ജെൻസിന്റെ ഒക്കെ എന്താണ് ദുശീലങ്ങൾ, ഹാബിറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഇയർ നമ്മുടെ ലൈഫ് സ്പാൻ ഒക്കെ കുറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ചാപ്റ്റർ ഓഫ് ക്ലാൻസിലെ ഡിഫൈനിങ് ഹെൽത്ത് പറഞ്ഞു. ഹോൾസം ഓഫ് കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ ഓഫ് വെൽത്ത്. Health will serve as the starting point of our debate. WHO 1948 defines health as a condition of all physical, mental, and social well-being rather than just absence of disease or disability. നമ്മുടെ ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് ആണെങ്കിൽ മാത്രമാണ് എന്താണ് ഡിസീസ് ഡിസബിലിറ്റി ഉണ്ടാവുള്ളൂ. രോഗങ്ങള് ഒരു ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആബ്സെൻസ് ഇല്ലാതിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഡേവിഡ് ലാൻഡി 1997 ഡിഫൈൻഡ് ഹെൽത്ത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മെഡിക്കൽ ആന്ത്രപ്പോളജി, സ്റ്റേറ്റ് ഓഫ് ഓർഗാനിസം ദാറ്റ് എനേബിൾസ് ടു അഡാപ്റ്റ് ദ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ വിത്ത് റിലേറ്റീവ്ലി മിനിമൽ പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ന്യൂ സൗത്ത് വെയിൽസ് പറയുന്ന കാര്യങ്ങൾ, വെരി മെഡിക്കൽ systems have different ideas on what health
അതായത് വേരിയസ് മെഡിക്കൽ ഹെൽത്ത് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അവർ പല പല ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ആയുർവേദ വ്യൂസ് ഹെൽത്ത് ബാലൻസ് ബിറ്റ്വീൻ one's physical, mental, emotional and spiritual well-being. ആയുർവേദത്തിൽ എന്താണ് പറയുന്നത്? ഹെൽത്ത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ആയിരിക്കണം, മെന്റൽ ആയിരിക്കണം, ഇമോഷണൽ ആയിരിക്കണം, സ്പിരിച്വൽ വെൽബീയിങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഡെഫിനേഷൻ ഓഫ് സെലക്ഷൻ ഹെൽത്ത്, സെലക്ടീവ് ഡെഫിനേഷൻ ഹെൽത്ത് ആസ് ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഡിസീസിന്റെ ആബ്സെൻസ്, രോഗത്തിന്റെ ആബ്സെൻസ് ഉള്ളത് വന്നുകൊണ്ടാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇസ് ദി ആബ്സെൻസ് ഓഫ് ഡിസീസ്. സെലക്ടീവ് ഡെഫിനേഷൻ ഹെൽത്ത് ആസ് എ സോഷ്യോ psychological adaptation of adjustment to circumstances. എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യോ സൈക്കോളജിക്കൽ, സമൂഹപരമായിട്ടുള്ള സൈക്കോളജിക്കലി അഡാപ്റ്റേഷൻ വരുകൊണ്ട് എന്താണ് രോഗങ്ങൾ വരാം, സർക്കംസ്റ്റൻസസ് വരാം. പിന്നെ ഹെൽത്ത് ആസ് എ ഫങ്ഷണൽ കപ്പാസിറ്റി ടു ഫുൾഫിൽ എസെൻഷ്യൽ ലൈഫ് ഫങ്ഷൻ. ഫങ്ഷണൽ കപ്പാസിറ്റിയുടെ ഇതനുസരിച്ചിട്ട് ലൈഫ് ഫങ്ഷൻസിന്റെ പ്രശ്നങ്ങൾ അനുസരിച്ച് ഹെൽത്ത് പ്രോബ്ലംസ് വരാം. യൂണിവേഴ്സൽ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ഹെൽത്ത് ആസ് എ ഗ്രോത്ത്. ഹെൽത്ത് ആസ് എ ഗ്രോത്ത്. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഹെൽത്ത് ഗ്രോത്ത് ആണ്, വളർച്ചയാണ് അല്ലെ. ഹെൽത്ത് ആസ് എ ഇൻഡിപെൻഡൻസ്. പിന്നെ എന്താണ്? രണ്ടിന്റെ സെലക്ടീവ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്തിന്റെ യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഓഫ് യൂണിവേഴ്സലി ഹെൽത്ത് ഈസ് ദ ഗ്രോത്ത്. പിന്നെ ഹെൽത്ത് ആസ് എ ഇൻഡിപെൻഡൻസ്, ദ എക്സസൈസ് ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. സ്വന്തമായിട്ടൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം, ഓട്ടോണമി ആയിരിക്കും. ഹെൽത്ത് ആസ് എ വെൽബീയിങ്, ഹെൽത്ത് ആസ് എ റിയലൈസേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ, ഹെൽത്ത് ആസ് എ എംപവർമെന്റ് ആയിരിക്കും. ഹെൽത്ത് ആസ് എ ഹോൾനെസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കട്ടെ. യൂണിവേഴ്സൽ ഡെഫിനേഷൻ ഓഫ് ഹെൽത്തും സെലക്ടീവ് ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന ഡെഫിനേഷൻസ് ഒന്ന് നോക്കി പോകുക കേട്ടോ. ഹെൽത്ത് ആസ് എ ഡിസ്പാരിറ്റി, ഹെൽത്ത് ഔട്ട്കം ആൻഡ് ഹെൽത്ത് ഇൻഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഹെൽത്ത് ഡിസ്പാരിറ്റീസ് ഡിഫറൻസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു disadvantage in achieving health outcomes in the social, economic, environmental ലെവൽസിലൊക്കെ എന്താണ് ഔട്ട്കം ഉണ്ടാക്കി എടുക്കാൻ നോക്കണം. അതായത് അച്ചീവിങ് ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആക്കി ഇരിക്കണം. അവിടെ ഡിഫറൻസ് ഡയറക്റ്റ് റിലേറ്റഡ്, ഡിസഡ്വാൻറ്റേജ് ആണ് അവിടെ അങ്ങനെ ഔട്ട്കം ഒന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് കൊണ്ടുപോകാൻ ഹെൽത്ത് ഇൻഇക്വാളിറ്റീസ്, ഹെൽത്ത് ആരോഗ്യം ഇൻഇക്വാളിറ്റീസ് നല്ല രീതിയിലല്ല, ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലല്ല. അപ്പോൾ റിപ്പീറ്റഡ്ലി encountered higher barriers to health depending on factors such as race, religion, economic status, culture, gender, age and sexual preference. ഇതിനൊക്കെ ഫാക്ടേഴ്സ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഹയർ ബാരിയേഴ്സ് ഓഫ് ഹെൽത്ത് പറയുന്നതെന്നാണ് എൻകൗണ്ടർ ചെയ്ത് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഹെൽത്ത് ഔട്ട്കം, ഹെൽത്ത് ഡിസ്പാരിറ്റീസ് ദ ഡിഫറൻസ് ഇൻ ഇൻസിഡൻസ് ഓഫ് പ്രിവലൻസ് ഓഫ് ഡിസീസസ്. അത് ഹെൽത്ത് ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഓരോ ഇൻസിഡൻസിനെ ഡിഫറൻസ് ചെയ്യും. ഓരോ ഇൻസിഡൻസിന് ഓരോ അപകടങ്ങളെ സംബന്ധിച്ച് അത് ഇത് ഡിഫറൻസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. പ്രിവലൻസ് ഓഫ് ഡിസീസസ് ആൻഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആസ് വെൽ ഹെൽത്ത് സ്റ്റാറ്റസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ഫാക്ടേഴ്സ് സച്ച് ആസ് നമ്മളില്ലേ ജെൻഡറിന്റെ ബേസിസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഒരുപാട് ഡിഫറൻസ് ഡിസോർഡേഴ്സ്, ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഇൻസിഡൻസ് അനുസരിച്ച് ഹെൽത്ത് ഡിസ്പാരിറ്റി ഉണ്ടാവും. ഹെൽത്ത് ഔട്ട്കം ചേഞ്ച് ഇൻ ഹെൽത്ത് ആസ് എ റിസൾട്ട് ഓഫ് ആക്ഷൻസ്. നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊന്നും ഒരുപാട് റിസൾട്ട് ഉണ്ട്. പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ഹെൽത്ത് കെയർ, ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയറിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇന്റർവെൻഷൻസ് ഉണ്ടാവണം, ഇംപ്രൂവ്മെന്റ് ഓഫ് പേഴ്സൺസിന്റെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും, കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ ഹെൽത്ത് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഹെൽത്ത് സെന്റേഴ്സ്, ഹെൽത്ത് ക്ലിനിക് ഒക്കെ കൊണ്ടുവന്ന് വാക്സിനേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്ന് അതുകൊണ്ട് എന്ത് ചെയ്തു? ദെൻ റെഡ്യൂസ് ഇൻഫന്റ് മോർട്ടാലിറ്റി ഡ്യൂറിംഗ് ദ പാസ്റ്റ് 15 ഇയേഴ്സിൽ നിന്ന് ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് ജനിക്കുന്നതിന് മുമ്പ് മരണ നിരക്കുകൾ കുറച്ചു വരാനൊക്കെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലെന്താണ് നീതി ആയോഗ് 2020 എന്തായിരുന്നു? IMR 68 in 2000 and 34 in 2016. നീതി ആയോഗിന്റെ ഡേറ്റ പ്രകാരം എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ സംഭവം, ഇൻഫന്റ് മോർട്ടാലിറ്റി IMR was 68 in 2000 and 34 in 2016. But the medical intervention in this case is immunization and health outcome decreases in IMR. അതായത് ഹെൽത്ത് ആരോഗ്യപരമായ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനും മോർട്ടാലിറ്റി എന്ന ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി കുറച്ചുകൊണ്ട് വരാനും നമുക്ക് സാധിച്ചു. ഈ 2016 ഒക്കെ ആയിപ്പോഴേക്കുന്നാണ് പറഞ്ഞു പോകുന്നത്. ഹെൽത്ത് ഇൻഇക്വാളിറ്റി ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ആൻഡ് ട്രാക്ക്ഡ് ആസ് വിസിബിൾ ഹെൽത്ത് ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ സബ് ഗ്രൂപ്പ്സ് വിത്തിൻ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ എന്താണ് ഹെൽത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഇല്ല, വിസിബിൾ ഇല്ല. അപ്പൊ അവിടെ ഒരു ഡിസ്പാരിറ്റി, there are unfair and preventable discrepancies in people's health status between subgroups. Because health inequalities are largely preventable. Health inequalities കാരണം എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് തടയില്ല, അതായത് ഒരു ഇനീക്വാളിറ്റി അല്ലാതെ ഹെൽത്തിന് ഒരു ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് അതിനുള്ള സ്റ്റഡി സെന്റേഴ്സ് കൊടുക്കാനും അവിടെ അതിനനുസരിച്ചുള്ള ഇതൊക്കെ കൊടുക്കാനും പോപ്പുലേഷൻ സെൻസിന്റെ ആവറേജ് ഇൻകം വരുമാനം കൂട്ടിക്കൊണ്ടിരിക്കാനും അവരുടെ ഇക്വാളിറ്റി ലെവലിലേക്ക് കൊണ്ടുവരാനൊക്കെ നമ്മൾ
നോക്കുന്ന കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്? അതിലൊരു ഫിഗറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് നോക്കാം. ബ്രോഡ് സോഷ്യൽ, അതായത് ഫസ്റ്റ് ഡിസീസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ്, ബയോളജി, innate individual traits, age, sex, race and biological factors, biology of diseases അത് കൊടുക്കണ്ടേ. പിന്നെ അവിടെ എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ബിഹേവിയർ കൊണ്ട്, പിന്നെ സോഷ്യൽ ഫാമിലി, ലൈഫ് സ്പാൻ ആണ് കേട്ടോ. ലൈഫ് സ്പാൻ ആണ് നമ്മുടെ ജീവിതത്തിലെ ലൈഫ് സ്പാൻ ആണ് പറഞ്ഞു പോകുന്നത്. സോഷ്യൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്, ലിവിംഗ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, പിന്നെ എന്താണ്? ബ്രോഡ് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ, ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആൻഡ് പോളിസീസ് അറ്റ് ഗ്ലോബൽ, നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലെവൽസിലുള്ള പോളിസി, ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഇത് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഫാമിലി ഫ്രണ്ട്സിലൊക്കെ എന്താണ്? ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റീസിലെ റിസർച്ച് സോഷ്യൽ ഐസൊലേഷൻ, സമൂഹപരമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ലോൺലിനെസ് ആൻഡ് ലിങ്ക്ഡ് ടു ഇൻക്രീസ്ഡ് റിസ്ക് ആൻഡ് ഹാർട്ട് ഡിസീസ് ഓർ സ്ട്രോക്ക്. ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും, സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് എന്താണ് ഒരുപാട് ഹൃദയ സംബന്ധമായ രോഗങ്ങളും സ്ട്രോക്കുകളൊക്കെ കൂടി വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, പീപ്പിൾ ഹാവ് സ്ട്രോങ് സോഷ്യൽ ടൈസ് ഇൻ ദർ ഫാമിലി. സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ടൈസ് ഉണ്ടായിരിക്കണം ഫാമിലിയിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്, കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല, അവിടെ നമ്മുടെ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സ്പീരിയൻസ് ലെസ് ഡിഫിക്കൽസ് വിത്ത് ഫിസിക്കൽ മെന്റൽ ഹെൽത്ത് ആൻഡ് ദെൻ വാട്ട്സ് ലെസ് കണക്റ്റഡ്. അതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫിസിക്കലി മെന്റലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി സോഷ്യൽ കണ്ടീഷൻസിൽ നിന്നാണ്, ഫാമിലി ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റീസിൽ നിന്നാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ നോക്കുക കേട്ടോ. അടുത്ത മണി ആൻഡ് റിസോഴ്സസ്. പ്യുവർ ഹെൽത്ത് ആൻഡ് ക്യാൻ റിസൾട്ട് ഫ്രം ഇൻസഫിഷ്യന്റ് മണി. പ്യുവർ ഹെൽത്ത്, പ്യുവർ ഹെൽത്തിന് പ്യുവർ ആരോഗ്യമാണ് കൊടുക്കുന്നത്, എന്താണ്? ഇൻസഫിഷ്യന്റ് മണി ഇല്ലാത്തതിന്റെ പ്രശ്നം. സിൻസ് ലാക്ക് ഓഫ് റിസോഴ്സസ്, ഹൗസിംഗ് ഇല്ലാത്ത പ്രശ്നം കൊണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ടൈൽസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ ഒന്നുമില്ല, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ പോപ്പുലേഷൻസിന്റെ എണ്ണം കൊണ്ട്, ജനസംഖ്യ കൂടുന്നത് കൊണ്ട് എല്ലാം എന്താണ് രോഗങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സോഷ്യോ എക്കണോമിക് ഡിറ്റർമിനൻസ് ഹെൽത്ത് സെയിം പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് ഡിസ്പാരിറ്റീസ്. എഡ്യൂക്കേഷൻ നിങ്ങൾക്കറിയാം, എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എഫക്ട്സ് ഓഫ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. The effects of other influencing factors like into account, mother education emerges as the single most significant factor affecting the use of child health care in India. Mother education emerges. Mother education is in the കുട്ടികളുടെ അമ്മമാർക്കൊരു ഇതിലെ മാതൃകാപരമായിട്ട് കുട്ടികളെ എങ്ങനെ വളർത്താ ഒരു കെയർ കൊടുക്കുന്നത്, കുട്ടികൾ ചൈൽഡ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ്, എഡ്യൂക്കേഷൻസ് കുട്ടികൾക്ക് മാതാവിന് കൊടുക്കുന്നവരുണ്ട് അല്ലെ. ഗോവിന്ദ് സ്വാമി ആൻഡ് രമേശ് 1997 empirical and conclusions show that mothers with higher levels of education use health services. അതായത് ഒരു കൺക്ലൂഷൻസ് കൊണ്ടുവന്നു, മദേഴ്സിന്റെ ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ യൂസ് ഹെൽത്ത് സർവീസസ് that effectively prevent fatal children diseases. കുട്ടികൾക്ക് ജനിതക രോഗങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കുറെ സർവീസസ് കൊണ്ടുപോകുന്നതൊക്കെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്? അക്കോർഡിംഗ് ടു നീതി ആയോഗ് ഡേറ്റ, കേരള ഹാസ് 967 ഫീമെയിൽസ് ഫോർ എവറി 1,000 മെയിൽസ്. അതായത് നീതി ആയോഗിന്റെ ഡേറ്റയില് കേരളയില് 967 ഫീമെയിൽസ് ഉണ്ട്, ഒരു 1000 മെയിൽസിന് 967 വുമൻസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. compared to 831 for ഹരിയാനയെ അപേക്ഷിച്ച്. The patriarchal position as fed society, women's lack of educations കുറവാണ് വുമൻസ് എന്നാണ് പറയുന്നത്. പാട്രിയാർക്കൽ പൊസിഷൻ ഹെൽത്ത് സൊസൈറ്റിയില്. അപ്പൊ ഇന്നബിലിറ്റി ഫൈൻഡ് എംപ്ലോയ്മെന്റ് ഇല്ല, തൊഴിലില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്താണ്? സെക്സ് റേഷ്യോയുടെ പ്രശ്നം കൊണ്ടൊക്കെ എന്താണ് ഒത്തിരി കേസ് നമ്മുടെ 1000 മെയിൽസിൽ, അതായത് 967 ഫീമെയിൽസ് ഉണ്ട്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് 831 ഹരിയാന കമ്പയർഡ് ടു 831 ഫോർ ഹരിയാനയെ കമ്പയർ ചെയ്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ അവിടെ സെക്സ് റേഷ്യോ ഡിക്ലൈൻ ആണ്, which has put women at a disadvantage in the past few decades. അപ്പൊ വുമന്റെ ഒരു ഇതുകൊണ്ട് എന്താണ് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ആണ് പാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സിലാണ് പറഞ്ഞു പോകുന്നത്. ത്രൂ എക്സ്പ്ലനേഷൻ ഓഫ് ദ മെനി ഹെൽത്ത് ഡിറ്റർമിനൻസ് ഓഫ് പ്രൊവൈഡഡ് ഫിഗർ, വൈറ്റ് ഹെഡ് എം ആൻഡ് ഡാൽഗ്രൻ ജി created this model, which initially appeared in the 1991 Lancet paper. What can be done about inequalities in health? എന്തുകൊണ്ടാണ് ഇനീക്വാളിറ്റീസ്, ഹെൽത്തിൽ ഇനീക്വാളിറ്റീസ് വരുന്നതിനെ കുറിച്ചൊക്കെ കുറെ എന്താ പറയാ കുറെ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇനി ഹൗസിംഗിൽ എന്താണ് ഈ ഫിഗർ വരച്ചു വെക്കാണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് ഫാക്ട് എഴുതി വെക്കാം കേട്ടോ. എസ് ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പോ. ഹൗസിംഗ് എന്താണ്? അക്കോർഡിംഗ് ടു സ്റ്റഡീസ്, ചിൽഡ്രൻ ഹു ലിവ് ഇൻ ക്രാംപ്ഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ഹോംസ്,
cramped quarters and homes are more than twice the life experience respiratory issues. അതായത് ഹൗസിംഗുകൾ എന്താണ് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണല്ലേ. അവിടെ എന്താണ് അവിടെ വീടിന്റെ അക്കോർഡിംഗ് ടു സ്റ്റഡീസ് കുട്ടികൾക്ക് തന്നെ എന്താണ് ഒരു ബോധം വീടുകളിൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ്സുകൾ കുറച്ചു കൊണ്ടുവരാനുള്ള എക്സ്പീരിയൻസ് റെസ്പിറേറ്ററി ഇഷ്യൂസ് ശ്വാസകോശപരമായ രോഗങ്ങൾ കുറച്ചു വരാനൊക്കെ നോക്കാന്നതിനുള്ള ഇതൊക്കെ കൊടുക്കാൻ പറ്റും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അക്കോർഡിംഗ് സ്റ്റഡീസുകൾ പറയുന്നത് അങ്ങനെയാണ്. ചിൽഡ്രൻ ഹു ലിവിങ് ക്രാംപ്ഡ് ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലായിരിക്കണം, ഒരു അടച്ചിട്ട് റൂമിന്റെ ഉള്ളിലായിരിക്കണം കുറച്ച് നാളിലെ കുട്ടികൾക്ക് 6 മാസം വരെ എന്നൊക്കെ പറഞ്ഞ ജനിതക രോഗങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ 1 വർഷം വരെ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ. പെട്ടെന്ന് പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾക്ക് പെട്ടെന്ന് വരും. അല്ലെങ്കിൽ മുതിർന്ന അയലാര 65 വയസ്സിന് 70 വയസ്സിനുള്ള പോലുള്ള ആളുകൾക്ക് പ്രതിരോധ ശേഷി കുറയും. അതുപോലെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറയൂലേ. അതിന് ടീനേജ് അപ്പൊ അത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്ന അവർക്കാണ്. അപ്പൊ അവരെയാണ് നമ്മൾ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക. അവർക്ക് എന്താണ് ശ്വാസകോശപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്യുക. അതിന് വേണ്ടിയുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തി എന്നാണ് ഇവർ പറയുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഫോർ സപ്പോർട്ട് ക്യാൻ ബി ബിൽഡ് വിത്ത് ഗുഡ് എഡ്യൂക്കേഷൻ സ്കിൽസ്. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻസ് സപ്പോർട്ടും നമുക്ക് എന്തിനു വേണം ബിൽഡ് ചെയ്യണം. എന്തിനു വേണ്ടി? ഗുഡ് എഡ്യൂക്കേഷൻ, നല്ലൊരു വിദ്യാഭ്യാസം, നല്ലൊരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൺലി ഇഫ് പീപ്പിൾ ഹാവ് ആക്സസ് ടു ഗ്രേറ്റ് എഡ്യൂക്കേഷൻ ആർ ദേ ആർ ഏബിൾ ടു ആക്സസ് decent job, develop lifelong problem solving skill, form lifelong healthy habits, നല്ല രീതിയിലുള്ള ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എപ്പോഴും ഏബിൾ ആയിരിക്കും നമ്മൾ എന്ത് ജോലി ചെയ്യാനും ജോബ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ആക്സസ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താണ് ആഫ്റ്റർ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലൈഫ് വർക്ക് ഹെൽത്തി ജോലി തന്നെ നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ സാധിക്കും. ഗുഡ് വർക്ക് ആൻഡ് എംപ്ലോയ്മെന്റ് അടുത്ത പോയിന്റ് ആണ്. ബീങ് എംപ്ലോയിഡ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ആൻഡ് steady income. It offers competitive salaries competition ഉണ്ടാവും, സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്താണ് നമുക്ക് ക്യാൻ മേക്ക് ഈസിയർ ടു ഇൻഡിവിജ്വൽസിന് യാത്ര ചെയ്യാനും പല സ്ഥലത്തേക്ക് പോകാനും അതനുസരിച്ച് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് ഒരുപാട് എയർ ക്വാളിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ പോസിബിലിറ്റീസ് കൊടുക്കണം. അങ്ങനെ നമ്മൾ എന്താണ് സ്ട്രെസ് എംപത്തൈസ് ചെയ്യാനായിട്ടുള്ള ടൂറൊക്കെ പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് ഒരുപാട് സ്ട്രെസ്സുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് കുറച്ച് നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ഓക്സിജൻ വൈബുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ നല്ലൊരു വൈബല്ലേ നമുക്ക് കിട്ടണേ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം കിട്ടാല്ലേ. അപ്പൊ നമ്മൾ കൂടുതൽ സ്ട്രെസ് ഒക്കെ എടുക്കുന്ന സമയത്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തുകൊണ്ടാ? മരണനിരക്കൊക്കെ കുറയ്ക്കുക. കാരണം സ്ട്രെസ് ആയിട്ട് പ്രശ്നം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് പ്രോബ്ലമുകൾ, എന്താ പറയാ മൈൻഡ് ഫ്രഷ് ആക്കാൻ നല്ലതല്ലേ യാത്രകൾ അല്ലെ. അപ്പൊ അത് നമ്മൾ നോക്കാം. ഈ ഫിസിക്കൽ എൻവയോൺമെന്റ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ആർ പീപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ ഹാവിംഗ് ക്ലീൻ എൻവയോൺമെന്റ് അല്ലെ. ഫിസിക്കൽ എൻവയോൺമെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ക്ലീൻ എൻവയോൺമെന്റ്. പ്ലേസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ക്ലീൻ ആയിരിക്കുക, നീറ്റ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ വീടുകളിലാണെങ്കിലും ക്ലീൻ ആയിട്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കൊരു ക്ലീൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ട്, സ്ട്രെസ് കുറയില്ലേ. ഒരു ഭയങ്കര അൺക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഫുഡ് കഴിക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരും എന്താണ് ക്ലീൻ ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ആക്സസ് ടു ഫുഡ് എന്താണ് മേജർ പുവർ ഹെൽത്ത് ഇൻ പുവർ ഡയറ്റ്. പുവർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പുവർ ഡയറ്റ്, നല്ലൊരു ഡയറ്റ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ കൺസ്റ്റൻസ് അവൈലബിൾ റിസോഴ്സസ് ഇല്ല, ന്യൂട്രീഷ്യസ് ഫുഡ് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ എന്താണ് ഫുഡൊക്കെ നമുക്ക് ആക്റ്റീവ്. അപ്പൊ ഇതെല്ലാം അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് ഗുഡ് ആസ്പിറേഷൻസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോ നമ്മളിത് പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇനി പറഞ്ഞു പോവാണ് കേട്ടോ. ഈ ആക്ഷൻ മോഡൽ ഓഫ് അച്ചീവ് ഹെൽത്തി പീപ്പിൾ, ആക്ച്വൽ മോഡൽ ഓഫ് അച്ചീവ് ഹെൽത്തി പീപ്പിളിന് എന്തെല്ലാം ആക്ഷൻ മോഡലാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ 2020 ഓവർ ഗോൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അസസ്മെന്റ്, മോണിറ്ററിംഗ്, ഇവാലുവേഷൻ, ഡിസെമിനേഷൻ എന്ന് പറഞ്ഞ ഫിഗറിൽ കൊടുത്തിട്ട് ഇന്റർവെൻഷൻസ് ഏതൊക്കെയാണ്, പോളിസീസ്, പ്രോഗ്രാംസ്, ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തു പോകുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഇന്നേറ്റ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ്, ഏജ്, സെക്സ്, ട്രൈറ്റ്സ് ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അക്രോസ് ലൈഫ്, പിന്നെ എന്താണ് സോഷ്യൽ ഫാമിലി, ഇതേപോലെ തന്നെ. പിന്നെ ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഔട്ട്കം 2020 ആയപ്പോൾ കിട്ടിയത്, ഗോൾ കിട്ടിയത്, ബിഹേവിയർ ഔട്ട്കം കിട്ടി. പിന്നെ സ്പെസിഫിക് റിസ്ക് ഫാക്ടേഴ്സ്, ഡിസീസസ് ആൻഡ് കണ്ടീഷൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് വരാനും ഡിസീസസ് കുറയ്ക്കാനും, കണ്ടീഷൻസ്, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ എന്ത് ചെയ്യും, ഇന്നേറ്റ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ്, ഏജ്, സെക്സ്, റൈറ്റ്സ്, ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളായിട്ട് അത് ഇഞ്ചുറീസ്, വെൽബീയിങ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹെൽത്ത് ഇക്വിറ്റി. അപ്പൊ എന്തെല്ലാം ഔട്ട്കംസ് അവിടെ കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്ത് മോണിറ്ററിംഗ്, ഇവാലുവേറ്റിംഗ്, ഡിസെമിനേഷൻ, എന്തെല്ലാം പോളിസീസ്, പ്രോഗ്രാംസ്, ഇൻഫർമേഷൻ ഇതിനു വേണ്ടി ഔട്ട്കംസ് ഉണ്ടാക്കിയപ്പോൾ അസസ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്, ഇവാലുവേഷൻ, ഡിസെമിനേഷൻ ആൻഡ് ഇന്റർവെൻഷൻ കൊണ്ടുവന്നു അല്ലെ. നോക്കണം കേട്ടോ. The Commission on Social Determinants of Health. World Health Organization established in the Commission of
social departments determinants of health in 2003 social determinants of health കൊണ്ട് policy makers are developing nations like India can cause commissions of 1 minute. അപ്പോൾ കമ്മീഷൻ ആൻഡ് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തില് കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഫോളോയിങ് 3 കീ റെക്കമെൻഡേഷൻസ് ഉണ്ട്. എൻഹാൻസ് ദ ക്വാളിറ്റി ലൈഫ് എൻഹാൻസ് ചെയ്ത് പോവുക. പിന്നെ അഡ്രസ് ദ അൺഈക്വൽ അലോക്കേഷൻ ഓഫ് അതോറിറ്റി. അൺഈക്വൽ അലോക്കേഷൻ ഓഫ് അതോറിറ്റിയുടെ ഈക്വൽ ആയിട്ടുള്ള അലോക്കേഷൻ അൺഈക്വൽ അലോക്കേഷൻ ഇല്ലാതെ വെൽത്ത് ആൻഡ് റിസോഴ്സസ് അഡ്രസ് ചെയ്ത് പോവുക, നല്ല ഈക്വൽ ആയിട്ട് പോവുക. പിന്നെ മെഷർ ദ ഇഷ്യൂ ഓഫ് ഹെൽത്ത് ഇൻഇക്വാളിറ്റി. ഹെൽത്ത് ഇൻഇക്വാളിറ്റിയെ കുറിച്ച് മെഷർ ചെയ്യുക, അതിന്റെ ഇഷ്യൂസ് കണ്ടെടുക്കുക. അതിന് എന്താണ് റെഗുലർലി ഇവാലുവേറ്റ് റിസൾട്ട് അതിന് റെഗുലർലി ഒരു ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് റിസൾട്ട് ആൻഡ് സൊല്യൂഷൻസ് കൊടുക്കുക. അതൊക്കെയാണ് പറഞ്ഞോളാം കേട്ടോ. ഏതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെൽത്ത് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ഇൻ 2003 പോളിസി പ്രകാരം എന്തെല്ലാം ഇന്ത്യയിലെ നേഷൻസിൽ എന്തെല്ലാം ഡെവലപ്പിംഗ് കൊണ്ടുവന്നു, എന്തെല്ലാം ഫൈനൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കി. ജസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 2018 ഇത് കൊണ്ടുവന്നിട്ട് അതിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ട്. എന്തെല്ലാം കേസുകളിലാണ് നമ്മൾ ഈ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇനി ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി അഡ്രസ്ഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ്. അത് 2010 ടീംസ് റിപ്പോർട്ടിംഗ് വർക്ക് പ്രകാരം ഏരിയയിൽ ഏതൊക്കെ ഏരിയസിലാണ് given every child the best possible start in life, ensuring that everyone has access to jobs, വർക്കിംഗ് കണ്ടീഷൻസിൽ ജോബ് തൊഴിലാളികൾക്ക് അതനുസരിച്ചുള്ള ആക്സസ് ഓഫ് ജോബ്സ് കൊടുക്കുക, അതനുസരിച്ചുള്ള കണ്ടീഷൻസ് കൊടുക്കുക, അതൊക്കെ പറഞ്ഞു ഫെയർ കണ്ടീഷൻസ് ഒക്കെ. എൻഷുറിംഗ് ദാറ്റ് എവരി വൺ ഹാസ് ഹെൽത്തി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. എപ്പോഴും എൻഷുർ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും എവരി വൺ ഹെൽത്തി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൊടുക്കുക. പിന്നെ ക്രിയേറ്റിംഗ് ഫിസിക്കൽ എൻവയോൺമെന്റ് പ്രൊമോട്ട്സ്, നല്ലൊരു ഫിസിക്കൽ എൻവയോൺമെന്റ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എംപവറിംഗ് കമ്മ്യൂണിറ്റീസിനുള്ളിൽ എന്താണ് എംപവറിംഗ്, ഒരു ബോധവൽക്കരണം പോലെ എംപവറിംഗ് കൊടുക്കുക. പിന്നെ അടുത്ത എന്താണ് സ്ട്രെങ്തനിങ് ഡിസീസ് പ്രിവെൻഷൻ തടയുന്നത്, രോഗങ്ങൾ തടയുന്നതിനുള്ള സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലെ, ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ. ഇനി കൾച്ചറൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തില് കുറെ കാര്യങ്ങളുണ്ട്. കൾച്ചർ ഈസ് എ സെറ്റ് ഓഫ് ഐഡിയാസ് ആണ്. പ്രാക്ടീസ് ഒരു ജനങ്ങളുടെ ഇടയിൽ എന്താണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് കൾച്ചറൽ സെറ്റ് ഓഫ് ഐഡിയാസ് പ്രാക്ടീസസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതാണ് കൾച്ചറൽ ഹെറിറ്റേജ് അല്ലെ, പർട്ടിക്കുലർ ഇൻ ടേംസ് ഫോർ ഹെൽത്തിനെ ബേസ് ചെയ്ത ടേമാണ് അത്. ലോക്കൽ ട്രൈബ് ടു അനദർ കൾച്ചറൽ ഡിഫറൻസ്. ലോക്കൽ ട്രൈബ് എന്ന് പറഞ്ഞാൽ ആദിവാസികളെ പോലുള്ളവരിലേക്ക് എന്താണ് കൾച്ചറൽ ഡിഫേഴ്സ് ആയിരിക്കും, ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും, ആയിരിക്കും. ചേഞ്ചസ് ആൻഡ് വാല്യൂസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടുത്തെ. അതിപ്പോ അക്കോർഡിംഗ് ടു ഹെസ്കോവിറ്റ്സ് എന്ന് പറഞ്ഞ 1948 മാർഗരറ്റ് മേർഡർ 1953 കൾച്ചർ ഇസ് ദി ഗേണ്ടർലി ഓഫ് ദി തോട്ട് എന്ന് പറഞ്ഞിട്ട് ബിഹേവിയേഴ്സ് ദാറ്റ് ക്യാരക്ടറൈസ് സൊസൈറ്റി സബ് കൾച്ചർ.
അതായത് ബിഹേവിയർ എപ്പോഴും എന്താണ് അവരുടെ സൊസൈറ്റിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവരുടെ കൾച്ചറൊക്കെ കൾച്ചറൽ സബ് കൾച്ചറായിട്ട് വരുന്നത്. അപ്പൊ മലിനോസ്കി എന്ന് പറയുന്ന 1931 ഡിസ്ക്രിപ്ഷനിൽ ദിസ് ഡയമെൻഷൻസ് ആർ കമ്പയർഡ്. കൾച്ചർ ഇസ് എ വെൽ ഓർഗനൈസ്ഡ് യൂണിറ്റി സെപ്പറേറ്റഡ് ഇൻ 2 ഫണ്ടമെന്റൽ പാർട്സ്. കൾച്ചർ ഇസ് എ നല്ല ഓർഗനൈസ്ഡ് യൂണിറ്റിയിൽ പറയുന്ന സെപ്പറേറ്റഡ് ഇൻ 2 ഫണ്ടമെന്റൽ പാർട്സ്, എ ബോഡി ഓർ ആർട്ടിഫാക്ട്സ് ആൻഡ് സിസ്റ്റം ഓഫ് ഔട്ട്കംസ്. ഫണ്ടമെന്റൽ പാർട്സ് ആണ് ബോഡി എന്ന് പറയുന്നത് ആർട്ടിഫാക്ട്സ് ആണ്, പിന്നെ സിസ്റ്റം ഓഫ് കസ്റ്റംസ് ബേസ് ചെയ്യണം അവരുടെ സിസ്റ്റം കാര്യങ്ങൾ, അതായത് ഒരു ആർട്ട് രൂപത്തിലാണ് അവരുടെ ജീവിത രീതികൾ, അങ്ങനെയാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഫോളോവിങ് കൾച്ചറൽ ഡിറ്റർമിനൻസ് ആർ റിഗാർഡഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻസ്, അതായത് ഒരു കൾച്ചറൽ ഡിറ്റർമിനൻസ് ഉണ്ടാക്കി കൊടുക്കുക ഫോളോ ചെയ്തു പോകാനായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന റൈറ്റ്സ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ, റൈറ്റ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾസിന്റെ അവകാശം പോലെ as being crucial determining communities' attitudes towards health. എന്തൊക്കെ കാര്യങ്ങളാണ്? സെൽഫ് ഡിറ്റർമിനേഷൻ, ഇക്വാളിറ്റി ബിഫോർ ദ ലോ, നിയമങ്ങൾ തമ്മിലുള്ള ഒരു ക്വാളിറ്റി ഇല്ലായ്മ, ഫ്രീഡം ഫ്രം പ്രെജുഡീസ്, പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് റൈറ്റ്സ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിലോക്കേറ്റിംഗ്, പിന്നെ പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണൽ നോളജ്, നോളജിനെ കുറിച്ചുള്ള പ്രിസർവേഷനെ കുറിച്ച്, ഇപ്പൊ ഇൻഡിജീനിയസ് ഇന്റലക്ട്, അതായത് നമ്മൾ എന്താ പറയാ, നമ്മൾ സെൽഫിലി നമ്മളൊരു ബോധവൽക്കരണം നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് ഈ കൾച്ചറൽ ആസ്പെക്റ്റിൽ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ ഈ കൾച്ചറൽ എന്ന് പറയുമ്പോൾ അവരെ നമുക്കത് പിന്തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ ഐഡിയാസ് അതൊക്കെ ആയിരിക്കും, അവർ ജനിച്ചപ്പോൾ തുടങ്ങി അതായിരിക്കും കഴിക്കുന്നത്. അപ്പൊ അവരുടെ ഐഡിയാസ് നമ്മൾ മെന്റലി മാറ്റാനൊന്നും നമുക്ക് ശ്രമിക്കില്ല. അപ്പൊ അവർക്ക് എന്താണ് അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം ചെയ്യുക. അപ്പൊ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ കൊടുക്കുക, ഈക്വാളിറ്റി ബിഫോർ ദ ലോ, നിയമത്തെ കുറിച്ച് സമന്മാരാണെന്നുള്ള ഒരു ഈക്വാളിറ്റി ബിഫോർ ലോ ഇല്ല, ആ നിയമം. പിന്നെ ഫ്രീഡം ഫ്രം പ്രെജുഡിസ്, എല്ലാവർക്കും ഫ്രീഡം, അവിടെ താമസിക്കാനും ജീവിക്കാനുള്ള ഒരു ഇത്. പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് റൈറ്റ്സ്, സ്വന്തമായിട്ടുള്ള ഒരു റൈറ്റ്, അവകാശം, പ്രൊട്ടക്ഷൻ കൊടുക്കുക. പിന്നെ പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണൽ അവയർനെസ്, ഒരു പ്രിസർവേഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇൻഡിജീനിയസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, സ്വന്തമായിട്ട് പ്രോപ്പർട്ടി റൈറ്റ് അവകാശം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ചെയ്തതാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തു അല്ലെ. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. The cultural precepts of the society influence medical procedures and produce regionally held nations and sickness. അപ്പൊ ഒരു കൾച്ചറൽ പെർസെപ്റ്റ് ആയിട്ട് സൊസൈറ്റിയിൽ കൾച്ചറൽ ബേസ്ഡ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ്, അപ്പൊ റീജിയണലി ഹെൽഡ് നോഷൻസ് ആൻഡ് സിക്നസ് കുറച്ചുകൊണ്ടുവരാനൊക്കെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് ഇന്റർവെൻഷൻ ഫോർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നീഡ്സ് ജസ്റ്റിഫൈഡ് ലൈറ്റ് ഓഫ് റീജിയണൽ വാല്യൂസ് ആൻഡ് ഔട്ട്കംസ്. ഹെൽത്ത് ഇന്റർവെൻഷൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ആവശ്യം എന്ന് വെച്ചാൽ റീജിയണൽ വാല്യൂസ് ആൻഡ് ഔട്ട്കംസ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി കൾച്ചറൽ ഇമ്പാക്ട് ഓഫ് ദ ഫോളോയിങ് ഏരിയസ് ഹെൽത്ത് കൺസേൺഡ് വിത്ത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഐഡിയോളജി ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഹെൽത്ത് കൺസേൺഡ് വിത്ത് കൾച്ചറൽ ഇമ്പാക്ടിലെ ഏരിയാസുകൾ, കുറെ കൾച്ചറൽ ആയിട്ടുള്ള ഏരിയാസിൽ എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്മോൾ പോക്സ് യൂസിങ് എക്സാമ്പിൾ ഗോഡസ് ഷിതാല സെക്യൂർ, അവിടെ ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അവിടെ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഐഡിയോളജി ആൻഡ് ട്രീറ്റ്മെന്റിന് കൊടുത്തു. സ്മോൾ പോക്സ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സാനിറ്റേഷൻ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് ഒരു സാനിറ്റേഷൻ, ക്ലീനിങ് സാനിറ്റേഷൻ കൊണ്ടുവന്നു. ബിലീവ് ദാറ്റ് ലാക്യുനസ് ആർ ഓൺലി അപ്രോപ്രിയേറ്റ് ഫോർ യൂസ് ബൈ സിറ്റി ഡ്വല്ലേഴ്സ് ഇൻ ഏരിയാസ്. സിറ്റിയിലെ ഡ്വല്ലേഴ്സ്, സിറ്റികളിലെ ഡ്വല്ലേഴ്സ് ആൻഡ് ഏരിയാസ് വിത്തൗട്ട് ഓപ്പൺ ഫീൽഡ് ദാറ്റ് റിലീജിയസ് പ്രിൻസിപ്പിൾസ് റിക്വയർ പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ സോഴ്സസ്. അവിടെ വാട്ടർ സോഴ്സസ് എങ്ങനെയാണ്, അവിടുത്തെ ഡ്രില്ലിംഗ് ഏരിയസ്, അവിടുത്തെ എന്താ പറയാ ഒരുപാട് മീറ്റും ക്ലീനിങ്ങും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ പ്രൊട്ടക്ഷൻസ് കൊടുത്ത് സാനിറ്റേഷൻ കൊടുത്തു. പിന്നെ ഫാമിലി പ്ലാനിങ് ആൻഡ് സെക്സ്വാലിറ്റി, കുട്ടികൾ എന്താണ് കുട്ടികൾ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ വുമൻസിനെ കൊല്ലണ കാലമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ മാറി, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഫാമിലി പ്ലാനിങ് ആക്കി അതൊക്കെ കൊടുക്കുക. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ മദർ ആൻഡ് ചൈൽഡ് കണ്ടിന്യൂസ് ബ്രീസ്റ്റ് ഫീഡിങ്, കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാത്ത ഇതൊന്നും വരാതെ ബ്രീസ്റ്റ് ഫീഡിങ് കറക്റ്റ് ആക്കാം. ആൻഡ് ഓയിൽ ബാത്ത്, പിന്നെ എക്സ്പോഷർ സൺലൈറ്റ് ഓഫ് ദ ന്യൂ ബോൺ, കുട്ടികൾക്ക് സൺലൈറ്റ് സൂര്യപ്രകാശത്തിന്റെ ഒരു ഇത് കൊടുക്കുക, എക്സ്പോഷർ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുളിക്കുമ്പോൾ എന്താണ് ഓയിൽ ബാത്ത് കുട്ടികൾക്ക് മദർ ആൻഡ് ചൈൽഡിന് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പേഴ്സണൽ ഹൈജീൻ, ഫോർബിഡൻ ഡേയ്സ് ഓഫ് ഗെറ്റിംഗ് ഹെയർ കട്ട്, പ്രെഡിക്യൂർ, പേഴ്സണൽ ഹൈജീനിൽ എന്താണ് ഹെയർ കട്ട് ചെയ്യാതിരിക്കുക. അതൊക്കെ നമ്മൾ എന്താണ് ഇപ്പൊ ഒരുപാട് കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. അതൊന്നും നല്ലതല്ല കേട്ടോ. മുടിയൊക്കെ വെട്ടി നല്ല നീറ്റ് ആയിട്ട് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആക്കി കൊണ്ടുപോകാം കേട്ടോ. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നീട്. അപ്പൊ അത്രയ്ക്ക് കാര്യങ്ങളാണ് ജെൻഡർ ആൻഡ് ഹെൽത്ത്, മെൻസ് ആൻഡ് വുമൻ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡിഫറെന്റ് റോൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഇപ്പൊ ജെൻഡറും ഫീമെയിലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കണ്ടോ,
എല്ലാവരും ഒരേപോലെയാണ് പണ്ടായിരുന്നതൊക്കെ. പിന്നെ ജെൻസും വുമൻസും ഗേളും ഒക്കെ എല്ലാവർക്കും ഒരേ അവകാശവും ഓരോ തുല്യ നീതിയൊക്കെയാണ് നമ്മൾ കൊടുത്തു പോകുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അതിനെ പറഞ്ഞു കൊള്ളാം. ഇനി എന്താണ്, വുമൺ ഹാവ് ഡിസ്റ്റിങ്ക്ട് ജെൻഡർ ബേസ്ഡ് വുമൻസിന് കുറെ ഇക്വാളിറ്റി പ്രശ്നങ്ങൾ. അപ്പൊ ക്വാളിറ്റി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കൺട്രോൾ ഓഫ് ഓവർ സെക്സ് ആൻഡ് റീപ്രൊഡക്ഷൻ. പറഞ്ഞു പോകുന്നുള്ളൂ. വുമൺ ഇൻ ഇന്ത്യ ട്രഡീഷണൽ ഡു നോട്ട് ഹാവ് ഫ്രീഡം. ട്രഡീഷണലി ഡു നോട്ട് ഹാവ് ഫ്രീഡം ഒന്നും ഉണ്ടായില്ല. ചൂസ് വെൻ ടു ബി മാരിഡ് കഴിഞ്ഞാൽ പിന്നെ തന്നെ ഹൗ മെനി ചിൽഡ്രൻ ടു ഹാവ്, ഹൗ ഫാർ അപ്പാർട്ട് ദർ ചിൽഡ്രൻ ഷുഡ് ബി. അതായത് ഒത്തിരി കുട്ടികളെ ഉണ്ടാവുക, കുട്ടികളെ വളർത്തുക, അവർക്ക് അതിനുള്ള ഇതുണ്ടാവുക, ലിമിറ്റഡ് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. കുട്ടികളെ എന്താ പറയാ, ഫാമിലി പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു നെഗറ്റീവ്, വുമൻസിന്റെ ബോഡീസിലും മൈൻഡിന്റെ ഒക്കെ ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആക്സസ് ചെയ്യുക. പിന്നെ ടൈം കൺസ്ട്രെയിന്റ്. ഇന്ത്യൻ സോഷ്യൽ കൾച്ചറൽ സിറ്റുവേഷനിലെ വുമൺ ഫ്രീക്വന്റ്ലി അലോട്ട് ലെസ് ടൈം. കുറച്ച് സമയമുള്ളൂ വുമൻസിന്. എന്ന് വെച്ചാൽ എന്താണ്, മെയിൻറ്റെയിനിങ് ദർ ഹെൽത്ത് നോക്കാൻ അവർക്ക് നേരമില്ല. വെൽബീയിങ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ഉണ്ട്. വീടുകളിൽ തന്നെ ജോലികളും പണികളും, കുട്ടികളെ നോക്കണം, കുട്ടികളെ വിദ്യാഭ്യാസം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ വുമൻസിന്. അപ്പൊ അവർ വെദർ ഓർ നോട്ട് ഒരു എംപ്ലോയിഡ് ഇല്ല, തൊഴിലാളികൾ, അവർക്ക് ഒരു സേവനത്തിന്, ആ സേവനത്തിന് പൈസ ഇല്ല. സോ ഫോർ മോസ്റ്റ് വുമൺ ടേക്കിംഗ് കെയർ ഓഫ് ദ വൺസ് ഓൺ ഹെൽത്ത്. അപ്പൊ ഒരു അവരുടെ ഹെൽത്ത് നോക്കുന്നതിന് വേണ്ടി ഒരു ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാക്കി കൊടുക്കുക. പേഴ്സണൽ എക്സസൈസ്, ഫുഡ് ഈസ് ലിറ്റിൽ ഇമ്പോർട്ടൻസ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാത്ത പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ again, lack of support from healthcare professionals. എന്തെല്ലാം സപ്പോർട്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, എന്തെല്ലാം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ കുറവ് കൊണ്ട് എന്തൊക്കെ പ്രശ്നം? ബിക്കോസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആർ അൺഅവെയർ ഓഫ് ജെൻഡർ ഡിഫറൻസ് ആൻഡ് ദ റോൾ ഓഫ് ദ ജെൻഡർ പ്ലേസ് ഇൻ ഹെൽത്ത്. അപ്പൊ ഒരു അവയർനെസ് ഉണ്ടാവില്ല, അൺഅവെയർ ആണ് ജെൻഡർ ഡിഫറൻസസ് ആൻഡ് ദ റോൾ ദാറ്റ് ജെൻഡർ പ്ലേസ് ഇൻ ഹെൽത്ത്. മെനി വുമൺ ആർ deterred from obtaining certain therapies because their gender insensitive behavior. മെനി വുമൻസിന്, ധാരാളം വുമൻസിന് എന്താണ്, സർട്ടൻ തെറാപ്പീസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായില്ല. അപ്പൊ അതിന് എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു. ജനറൽ ഇൻവോക്കാലിറ്റി റിലേഷൻ ടു ഹെൽത്ത് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് ബൈ ഇന്ത്യൻ വുമൺ ഇമ്പാക്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡിലെ സെക്സ് സെലക്റ്റീവ് അബോർഷൻ അല്ലെ, സെക്സിനെ ബേസ് ചെയ്തിട്ട് അബോർഷൻസ് ഒക്കെ നടത്തും കുട്ടികൾക്ക്. കുട്ടികൾ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ അബോർഷൻ എന്നൊക്കെ പറഞ്ഞ പണ്ടൊക്കെ ആയിരുന്നു അതൊക്കെ, ഇപ്പൊന്നും ഇല്ല. ഇനി ഫീമെയിൽ മ്യൂട്ടിലേഷൻ, ന്യൂട്രീഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പിന്നെ അഡോളസെൻസ് ആൻഡ് അഡൽട്ട്ഹുഡിലെ കുട്ടികൾക്ക് അൺബാൻഡഡ് പ്രെഗ്നൻസീസ്, സ്റ്റാൻഡേർഡ്സ്, സെക്ഷൽ ഹരാസ്മെന്റ്, മനസ്സിലായല്ലേ? സെക്ഷൽ ഹരാസ്മെന്റ് പ്രശ്നങ്ങൾ, അബ്യൂസ് ചെയ്യുന്നത് പെൺകുട്ടികളുടെ കേസായിട്ട് പറയുന്നത്. പോസ്റ്റ് സെക്സ്, പിന്നെ സ്മോക്കിംഗ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസസ്, പിന്നെ ഓൾഡ് ഏജ് ആവുമ്പോൾ ഇൻക്രീസ് ഇൻ മോർബിഡിറ്റി, പ്രോബ്ലംസ് ഓൺ ക്വാളിറ്റി ലൈഫ്, ഇയേഴ്സ് ഹെൽത്ത് ഇസ് നോട്ട് ടേക്കൻ കെയർ ഓഫ്. പഴയ കാലങ്ങളിൽ ഹെൽത്തിന് കെയർ ചെയ്യാത്ത പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഭയങ്കര എലിമെന്റ്സ് ആൻഡ് ഹെൽത്ത് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി വുമൺ ഷുഡ് ഹാവ് ഫോളോ അഡ്വൈസ് കൊടുക്കുന്നത് 2009 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കുറെ അഡ്വൈസുകൾ വുമൺസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ബീങ് ഏബിൾ ടു ചൂസ് ഫ്രം വെറൈറ്റി ഓഫ് ഓപ്ഷൻസ്. നമുക്ക് ചൂസ് ചെയ്യാം, വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ് യൂസ് ചെയ്യാനുള്ള സർവീസ് ലൈക്ക് കോൺട്രസെപ്ഷൻ, ഹാവിങ് അബോർഷൻ. അപ്പൊ റെഗുലേറ്റ് ദെയർ ഫെർട്ടിലിറ്റി, അതായത് നമുക്ക് ചൂസ് ചെയ്യാം, നമ്മള് വുമൺസിന് തന്നെ ചൂസ് ചെയ്യാം ഫെർട്ടിലിറ്റി. അതായത് നമുക്ക് കുട്ടികൾ എത്ര വേണം, അതിനെ കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുക, അതിന് അബോർഷൻസ് ഒഴിവാക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കുക, അതിനുള്ള സർവീസസ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ബി ഏബിൾ ടു ഒബ്റ്റെയിൻ സ്ക്രീനിങ് ഫോർ മെനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ചില കേസിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രോഗങ്ങളുണ്ട്. അതായത് സെർവിക്കൽ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷൻ തടയാനുള്ള മെത്തേഡുകളൊക്കെ കൊണ്ടു, ബേബിൾ ആക്കി കൊണ്ടു അല്ലെ. ടു ബി ഏബിൾ ടു ഡിസൈഡ് വെൻ ആൻഡ് യു വാണ്ട് ടു ഹാവ് സെക്സ് വിത്ത്. നമുക്ക് എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നുള്ളൊരു ഡിസിഷൻ ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കും ആ സെക്സിനെ കുറിച്ച്. പിന്നെ പോസസ് ദി എബിലിറ്റി ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് STIs ഇൻക്ലൂഡിങ് HIV രോഗങ്ങള് ഇല്ലാതിരിക്കാൻ, HIV എങ്ങനെയാണത് അതിനെ പ്രോസസ് ചെയ്യാൻ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഒരുപാടൊന്നും പറഞ്ഞോടില്ല. പിന്നെ അടുത്ത ഡിഫെൻഡ് യുവർ സെൽഫ് അഗെയിൻസ്റ്റ് ഹാർംഫുൾ കസ്റ്റംസ് ലൈക്ക് ഫീമെയിൽ ജെനിറ്റൽ മുട്ടിലേഷൻ. കണ്ടെക്സ്റ്റ് ആഫ്രിക്കൻ കോണ്ടിനെന്റില് എന്തെല്ലാം ഹാർംഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊണ്ട് ഫീമെയിൽ ജെനിറ്റൽ മുട്ടിലേഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഈ പ്രോസസിംഗ് ദ എബിലിറ്റി ടു സ്വീപ്പ് ഔട്ട്
സൈക്കോസോഷ്യൽ കൗൺസിലിംഗ്. സൈക്കോസോഷ്യലിന്റെ ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ, സെക്ഷൽ അബ്യൂസ് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കേസിൽ ഒരു എബിലിറ്റി, അവന്റെ പോസസിന്റെ എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ കൗൺസിലിംഗ് പോലെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2009 കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. പിന്നെ ബിഹേവിയർ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, അതൊക്കെ ബിഹേവിയർ ഡിറ്റർമിനൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിഹേവിയറിൽ കൊടുത്തേക്കുന്നത് എന്താണ്? ബിഹേവിയേഴ്സ് റിലേറ്റഡ് ടു ഇൽനെസ് ആൻഡ് ഹെൽത്ത് സീക്കിംഗ്, മാലാഡപ്റ്റീവ് ആൻഡ് അഡോപ്റ്റീവ്. മാലാഡപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണെന്ന് തോന്നുന്നു, അതായത് ബിഹേവിയേഴ്സ് നമ്മുടെ രോഗത്തിന് കാരണമാകും, ഹെൽത്ത് സീക്കിങ്ങിന് പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ്. പിന്നെന്താണ് ബിഹേവിയേഴ്സ് ഡിറ്റക്ഷൻ പ്രിവെൻഷൻ. ബിഹേവിയർ ആണ് ഒരു നല്ല ബിഹേവിയർ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. പിന്നെ പബ്ലിക് പ്രൈവറ്റ് ബിഹേവിയർ, സെൽഫ് കെയർ ആൻഡ് സർവീസ് യൂസ് ഓഫ് ബിഹേവിയർ, ഇതൊക്കെയാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ബിഹേവിയറിലെ വേരിയസ് അക്കോർഡിംഗ് പ്രീ ഫാക്ട് ഇമോഷണൽ ഡിസ്പോഷൻ, ജനറലൈസ്ഡ് എക്സ്പെക്ടൻസി, എക്സ്പ്ലനേറ്ററി സ്റ്റൈൽസ്, ഇത് മൂന്നെണ്ണാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഏകദേശം ഉള്ളത് ആയില്ലേ. ഇനിയിപ്പോ ഇതില് വേറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോകുന്നില്ല, നമുക്ക് ഇത്രയും അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല കേട്ടോ. അപ്പോ ഇതില് ഹോസ്പിറ്റൽസ് എങ്ങനെ, ഹോസ്പിറ്റൽസ് ഐഡന്റിഫൈ ദ റിസോഴ്സസ് ലൈക്ക് ഫുഡ് ഷോപ്പ്, ഹൗസിംഗ്, ഹോസ്പിറ്റൽ, നഴ്സിംഗ് ഹോംസ് ഡിസ്ട്രിബ്യൂട്ടഡ് ലൊക്കാലിറ്റിയിൽ എന്തെല്ലാം പ്രൈമറി ഫോംസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റൽസ്, ഹൗസിംഗ്, distribution of massive on a massive scale with as many points as sale as it possible. Purpose of employing strategy known as extensive distribution of breakup, that is placing only certain stores or certain areas, distributions, എന്താ പറയാ ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ, പ്രൈമറി ഫോംസ് കൊടുക്കുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസീവ് സ്കെയില്, many points of sale as possible. Purpose of employing strategies known as extensive distribution. ഈ എംപ്ലോയിങ്ങിനെ ബേസ് ചെയ്ത്, തൊഴിലാളികളെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്റ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻസ്, അവിടെ ഒരു രോഗങ്ങളെ വ്യാപനം ഉണ്ടാവാതിരിക്കുന്ന ഹ്യൂമൻലി പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ മെത്തേഡുകൾ അവിടെ ചെയ്തു. പ്രൈമറി ഫോംസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഒരു മാസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ സെലക്ടീവ് ബേസിസ്, പ്ലേസിംഗ് ഓൺലി സർട്ടൻ സ്റ്റോഴ്സ് ആൻഡ് പുതിയ സർട്ടൻ സ്റ്റോഴ്സും സർട്ടൻ ഏരിയാസിൽ കുറെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാനത് കറക്റ്റ് ആയിട്ട് നോക്കി, അതാണ് കേട്ടോ. ദേ സ്റ്റാർട്ട് ബൈ പ്രൊക്യൂറിംഗ് സപ്ലൈസ് ഫ്രം ഫാമേഴ്സ്, ഫുഡ് പ്രോസസേഴ്സ്. അതായത് നമ്മൾ ഒരു സപ്ലൈസ് ഓഫ് കൃഷി രീതികളിൽ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് വെയർ ഹൗസസ്, പ്രോഡക്റ്റ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഡെലിവറിങ് പ്രോഡക്ട്സ് അതൊക്കെ ചെയ്യുന്നത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ്. അപ്പൊ അവിടെ പ്രൈമറിലി അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സെലക്ടീവ് ബേസിസ് ഒക്കെ എവിടേക്ക് കൊടുക്കണം, എവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എവിടെയൊക്കെ സ്റ്റോറേജ് ചെയ്യണം, അതിനെ കുറിച്ചുള്ള ഒരു ഇതാണ് പറഞ്ഞത് കേട്ടോ. എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ഫ്യൂ ഡീറ്റെയിൽസ് ലൊക്കേഷൻസ്, കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കുറിച്ചൊക്കെ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അടുത്തത് പോയിന്റ് ഓഫ് വ്യൂല് പറയുന്നത് എവരി വൺ നീഡ്സ് ഹെൽത്ത്, എല്ലാവർക്കും ലിസ്റ്റ് ഓഫ് ഫെസിലിറ്റീസ് അവൈലബിൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയെല്ലാം ഹോസ്പിറ്റലുകൾ, ഹൗസിംഗ് ക്വാളിറ്റി കണ്ടിന്യൂസ് ക്രൂഷ്യൽ ഫോർ ദ ഓർഡർലി സെൻസിബിൾ ഡെവലപ്മെന്റ്. ഹൗസിംഗ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും സൊസൈറ്റിയിൽ ഉണ്ട്. എല്ലാവർക്കും വീടുകളില്ല, ചേരിയില് ഒരു ഷെഡിലൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എന്തെല്ലാം ലോങ് അൺലിമിറ്റഡ് ഡിമാൻഡ്, അവരുടെ ലിമിറ്റഡ് സോഴ്സ് അനുസരിച്ച് അവർക്ക് കൊടുക്കണം. അപ്പൊ അലോപ്പതി ആൻഡ് ഹോമിയോപ്പതി അല്ലെ, എന്തെല്ലാം OPD എന്ന് പറഞ്ഞാൽ അലോപ്പതി, ഹോമിയോപ്പതി. പിന്നെ ഡെന്റൽ ഫെസിലിറ്റി, വാർഡ്, ഇൻഡോർ ഫെസിലിറ്റി, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വാർഡ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താ ഇൻഡോർ ഫെസിലിറ്റി കൊടുക്കണം, മൈനർ OT, ഡ്രസ്സിംഗ് റൂം, പിന്നെ ഫിസിയോതെറാപ്പി, ലബോറട്ടറി സർവീസ്, ECG സർവീസസ്, ഫാർമസി, ഇതൊക്കെ നമ്മൾ കൊടുത്തിരിക്കുക. ഇതൊക്കെയാണ് നഴ്സിംഗ് ഹോം സെലക്ഷൻ പറയുമ്പോൾ എന്താണ്, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ജസ്റ്റ് ഇവിടെ ഈ ചാപ്റ്ററിൽ ഏകദേശം ഉള്ളത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. മണി ആൻഡ് റിസോഴ്സ് ആണ്, ഹൗസിംഗ് വേണം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇതില്, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, വാട്ട് ആർ ദ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. സോഷ്യൽ ഡിറ്റർമിനൻസിൽ ഇൻകം ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ വേണം, എഡ്യൂക്കേഷൻ വേണം, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ജോബ് ഇൻസെക്യൂരിറ്റി വേണം, വർക്കിംഗ് ലൈഫ് കണ്ടീഷൻസ് ആയിരിക്കണം, ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഫുഡിൽ സെക്യൂരിറ്റി വേണം, ഫുഡ് കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ കാര്യങ്ങൾ. പിന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി ആണ്, എഡ്യൂക്കേഷൻ ആക്സസ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആക്സസ് കൊടുക്കണം, ഹെൽത്ത് കെയർ ആക്സസ് ക്വാളിറ്റി ആയിരിക്കും, നെയ്ബർഹുഡ് ആൻഡ് ബിൽറ്റ് എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റ്, ഇതൊക്കെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇതിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിയറി ആൻഡ് മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത്.
ആറാമത്തെ ചാപ്റ്റർ തിയറീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത്. ആൻഡ് സം എക്സാമ്പിൾ ഓഫ് കീ ഹെൽത്ത് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് പബ്ലിക് ഹെൽത്തിന് വേരിയസ് ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആർ യൂസ്ഡ് ബൈ പബ്ലിക് ഹെൽത്ത്. പല പല ടെക്നിക്സും പല പല സ്ട്രാറ്റജീസും ഉണ്ട് പബ്ലിക് ഹെൽത്ത് ചലഞ്ചസിന്. എന്തൊക്കെയാണ് the key elements of public health approaches and practice include health behavior change, health promotion, epidemic investigation, health research. അതായത് ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ ബിഹേവിയർ വ്യത്യാസപ്പെട്ടില്ല. പിന്നെ ഹെൽത്ത് പ്രൊമോഷൻസ്, അതൊക്കെ നമ്മുടെ ഹെൽത്ത് പ്രൊമോഷൻ ആരോഗ്യപരമായ പ്രൊമോഷൻസ് അവരെ മുൻനിരയിൽ എത്തിച്ചുകൊണ്ടിരുന്ന അവരെ രോഗങ്ങൾ ഇല്ലാതിരിക്കാനും അവരെ ശ്വാസകോശമായ രോഗങ്ങളായിക്കോട്ടെ എന്ത് രോഗങ്ങളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാനും ആ രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനും അവിടെ ഇൻവെസ്റ്റിഗേഷനും അവിടെ ഹെൽത്ത് റിസർച്ച് മെത്തഡോളജിയൊക്കെ കൊണ്ടുവന്നാലും അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് പബ്ലിക് ഹെൽത്ത് മെത്തേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് some examples of key health behaviors എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എ മാൻ gives up smoking to reduce his risk of developing lung cancer. ഒരു മനുഷ്യൻ എന്താണ് സ്മോക്കിംഗ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ലങ്സ് ക്യാൻസർ കുറയ്ക്കാൻ പറ്റും. അവിടെ റിസ്ക് ആണ് അല്ലെ, റെഡ്യൂസ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ലങ് ക്യാൻസർ. പിന്നെ സ്റ്റേ ഫിസിക്കലി ഫിറ്റ് ആവണം. അഡോളസൻസ് എക്സസൈസ് എവരിഡേ, അഡോളസൻസ് എപ്പോഴും എന്താണ് എവരിഡേ എക്സസൈസ് ചെയ്യണം. പിന്നെ എന്താണ് മിഡിൽ ഏജ്ഡ് വുമൺ ഹു കൺട്രോൾസ് തൈറോയിഡ് ഫംഗ്ഷൻ ബൈ ഈറ്റിംഗ് പ്രോപ്പർലി. നമ്മൾ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വുമൻസ് എപ്പോഴും എന്താണ് കൺട്രോൾ ചെയ്യാൻ തൈറോയിഡ് ഫംഗ്ഷൻസ് ഈറ്റിംഗ് പ്രോപ്പർലി ആയിട്ട് പോയില്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നോക്കണം. പിന്നെ എൽഡർലി വുമൺ കണ്ടക്ടിങ് ഏജ് അപ്രോപ്രിയേറ്റ് ഹെൽത്ത് സ്ക്രീനിങ്സ്, ഏജ് അപ്രോപ്രിയേറ്റ് ഉള്ള ഹെൽത്ത് സ്ക്രീനിങ്സിനൊക്കെ കണ്ടക്ട് ചെയ്യാൻ നമ്മൾ പോകണം. എൽഡർലി കുട്ടികൾ എൽഡർലി ആയിട്ടുള്ള വുമൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ സെക്സ് വർക്കർ എൻഷുർസ് ദാറ്റ് ദേ എൻഗേജ് ഇൻ സേഫ് സെക്ഷൽ ബിഹേവിയർ. കൊമേഴ്ഷ്യൽ സെക്സ് വർക്കർ എന്താണ് എൻഗേജ് ഒരു സേഫ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ കൊണ്ടുവരാൻ നോക്കണം. ആൻഡ് പ്രാക്ടീസസ് ടു റെഡ്യൂസ് ദർ ചാൻസ് ഓഫ് കോൺട്രാക്ട് HIV AIDS അങ്ങനെയുള്ള രോഗങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് സേഫ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ ആയിരിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് ബിഹേവിയർ ഏതൊക്കെയാണ്? ടാസ്ല ആൻഡ് കോബൻ 1966 ത്രീ ഹെൽത്ത് ബിഹേവിയേഴ്സ്: പ്രിവെന്റീവ് ഹെൽത്ത് ബിഹേവിയർ, ഇൽനെസ് ബിഹേവിയർ ആൻഡ് സിക്ക് റോൾ ബിഹേവിയർ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് 2 ചാപ്റ്ററുകൾ തീർക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. ഇവിടെ ഇല്ല. പ്രിവെന്റീവ് ഹെൽത്ത് ബിഹേവിയർ എനി ആക്ടിവിറ്റി അണ്ടർടേക്കൺ ബൈ ഏതൊരു ആക്ടിവിറ്റി അണ്ടർടേക്കൺ ചെയ്ത് ഹെൽത്തി പേഴ്സൺ പ്രിവെന്റ് ഇൽനെസ് ഇയർലി. രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ഹെൽത്തി പേഴ്സൺ ആവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽത്തി ബിഹേവിയർ കൊണ്ടുവരുന്നത്. എക്സാമ്പിൾ മദർ ഇമ്മ്യൂണൈസേഷൻ ഹെർ ഡോട്ടർ അഗൈൻസ്റ്റ് സർവിക്കൽ ക്യാൻസർ. മദറിന് എന്താണ് ഇമ്മ്യൂണൈസിങ് മകളിൽ നിന്ന് എന്താണ് സർവിക്കൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? അഗെയിൻസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡൊക്കെ കൊണ്ടുവരണം. അപ്പൊ സിമ്പിൾ എക്സാമ്പിൾ വാക്സിനേറ്റിംഗ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് വെറൈറ്റി ഓഫ് ഡിസീസ് ഇൻ ചൈൽഡ്ഹുഡ്. ഈ വാക്സിനേഷൻ കൊണ്ടുവരാൻ കുട്ടികൾക്ക് എന്താണ് ചൈൽഡ്ഹുഡിൽ തന്നെ കൊണ്ടുവരുമ്പോൾ എന്താണ് പ്രിവെൻഷൻ ആണല്ലേ, ഒരുപാട് രോഗങ്ങൾ പ്രിവെന്റീവ് ആണ് കൊണ്ടുവന്നത് അല്ലെ. അതൊക്കെ നമുക്ക് മനസ്സിലായത്. ഇൽനെസ് ബിഹേവിയർ എന്താണ്? എനി ആക്ടിവിറ്റി അണ്ടർടേക്കൺ ഇൻ ഇൻഡിവിജ്വൽ who proceeds themselves to define state of health find suitable remedies. നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാം. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനുള്ള ഇതൊക്കെ കൊണ്ടുവരാം. എക്സാമ്പിൾ പേഴ്സൺ കൺസൾട്ടിങ് എ ഡോക്ടർ വിത്ത് ഫീവർ ട്രേക്കിംഗ് ഇറ്റ്. ഒരു പനി വരുമ്പോൾ നമ്മൾ ഒരു പേഴ്സൺ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. സിംപ്റ്റം ട്യൂബർകുലോസിസ് ആൻഡ് ആക്ടിങ് ആസ് പെർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ് അണ്ടർഗോ ഫർദർ ഡയഗ്നോസിസ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാം. അപ്പൊ ഇനി സിക്ക് റോൾ ബിഹേവിയർ എന്താണ്? എനി ആക്ടിവിറ്റി ഡൺ ബൈ സിക്ക് പേഴ്സൺ ടു ഗെറ്റ് വെൽ. ഗെറ്റ് വെൽ അല്ലാത്ത ആക്ടിവിറ്റി സിക്ക് രോഗമുള്ള പേഴ്സൺസ് ഗെറ്റ് വെൽ അല്ലാത്ത ആക്ടിവിറ്റീസിലാണ്. എക്സാമ്പിൾ ഡോക്ടർ പ്രിസ്ക്രൈബ്സ് മെഡിക്കേഷൻസ് ആൻഡ് ബെഡ് റെസ്റ്റ് വൈറൽ ഫീവർ ആൻഡ് ദ പേഷ്യൻസ് ഫോളോസ് ഇറ്റ്. ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷൻ നോക്കുക. മെഡിക്കേഷൻസ് ആൻഡ് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറൽ ഫീവർ വരുമ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പൊ രോഗത്തിന് അതനുസരിച്ച് ബിഹേവ് ചെയ്തില്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുക. അപ്പൊ അതൊക്കെ നോക്കാം കേട്ടോ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽത്ത് ബിഹേവിയർ ഇസ് കോംപ്ലിക്കേറ്റഡ് ബിലീഫ് എൻവയോൺമെന്റ്. അതൊക്കെ നമുക്ക് അറിയാലോ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി എന്താണ് theories and models of individual health behavior. എന്തെല്ലാം individual health behavior എന്തെല്ലാം belief model ആണ് പോകുന്നത്? health belief models express illness severity vulnerability beliefs എന്നാണ് പറഞ്ഞത്. illness severity and vulnerability belief. The belief will affect their prevention behavior. Prevention കൊടുക്കുക. Example, a group of social psychologists trying to understand why people don't use free and accessible health services like vaccines. Group of social and psychology trying to understand ഏത് പീപ്പിൾ ഏത് ജനങ്ങളാണ് don't use free and accessible health നമ്മൾ എന്താണ് ഫ്രീ ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് accessible health services like vaccines ഒന്നും ഉപയോഗിക്കാത്തത്.
അപ്പൊ അതിനുവേണ്ടി 1917 അതായത് വാക്സിനേഷൻ കറക്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ എന്താണ് അവിടെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഏത് ജനങ്ങളുടെ ഇടയിലാണ് അതിനെ കുറിച്ചുള്ള ഒരു ഇത് ആക്സസിബിൾ ഹെൽത്ത് സർവീസിനെ കുറിച്ച് ലൈഫ് വാക്സിനേഷനെ കുറിച്ച് കൊടുക്കുക, പ്രിവെൻഷൻ ബിഹേവിയർ കൊടുക്കുക. ഇപ്പൊ 1974 റോസൻസ്റ്റോക്ക് ബെക്കർ ഹെൽത്ത് ബിലീഫ് മോഡൽ ലിങ്ക്സ് ബിഹേവിയർ പെർസീവ്ഡ് സബ്സെപ്റ്റബിലിറ്റി സെവറിറ്റി ബാരിയേഴ്സ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് പോകണ്ട. ഇനി പെർസീവ്ഡ് അതിൽ മേജർ കൺസ്ട്രക്ഷൻസ് ഓഫ് ഹെൽത്ത് ബിലീഫ് മോഡൽ എന്ന് പറഞ്ഞാൽ പെർസീവ്ഡ് susceptibility, a person's perceptions of their propensity to developing health issues. അവിടെ പേഴ്സൺസിന് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിന്റെ പ്രോബ്ലംസിന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇത് കൊണ്ടുവരിക, ഹെൽത്ത് ബിലീഫ് മോഡൽസ് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പെർസീവ്ഡ് സിവിയാരിറ്റി ഡിഗ്രി വിച്ച് പേഴ്സൺസ് ബിലീവ്സ് എന്താ പറയാ ബിലീവ്സ് ദാറ്റ് ഹെൽത്ത് ലോസ്, ആരോഗ്യം നശിച്ചുകൊണ്ടുള്ള ജോബുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൂലേ, അതായത് നമ്മൾ ഒത്തിരി നേരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിവിയാരിറ്റി ഒക്കെ കൊണ്ടുവരിക. പിന്നെ ടേം പെർസീവ്ഡ് ത്രെറ്റ് പ്രൊപ്പോസ്ഡ് കോമ്പിനേഷൻ ഓഫ് പെർസീവ്ഡ് വൾനറബിലിറ്റി ആൻഡ് സിവിയറിറ്റിനെയാണ് പെർസീവ്ഡ് ത്രെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പെർസീവ്ഡ് ബെനിഫിറ്റ് പേഴ്സൺസ് എക്സ്പെക്ടേഷൻസ് ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ടു പേഴ്സൺസിന്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് എന്താണ് അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്, എന്തെല്ലാം കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെർസീവ്ഡ് ബാരിയേഴ്സ് ഉദ്ദേശിക്കുന്നതാണ് ഒബ്സ്റ്റക്കിൾസ്, എഫക്ട് ഓഫ് ഹെൽത്ത് ഇന്റർവെൻഷൻ, ഹാംഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ഇന്റർവെൻഷൻ കൊണ്ടുവരുന്ന എഫക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ടുവരിക. പിന്നെ സെൽഫ് എഫിക്കസി, അഷുറൻസ് ദാറ്റ് വൺ ക്യാൻ ക്യാരി ഔട്ട് ദ ബിഹേവിയർ നീഡഡ്, അതായത് അഷുറൻസ് കൊടുക്കുന്നത് എന്താണ്, ഹെൽത്ത് അഷുറൻസ് കൊടുക്കാന്ന് വെച്ചാൽ ഹെൽത്ത് പാക്കേജ് ആണ്. അവിടെ നല്ലൊരു ബിഹേവിയർ നീഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ അക്കംപ്ലിഷ് ദ റിസൾട്ട്, അങ്ങനെയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എന്നാണ് ബാൻഡൂറ 1997 പറയുന്നത്. ഇനി ക്യൂസ് ടു ആക്ഷൻ എന്താണ്, പ്രോസസ് ടു സ്പെസിഫിക് പ്രിവെന്റീവ് എന്താണ് ഒരു കാരണം, സ്പെസിഫിക് കോസസ് കാരണം എന്താണ്, ബിഹേവിയർ ടു ബി റിയലി അഡോപ്റ്റ്, ബിഹേവിയർ എപ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യും, കുഡ് ബി സ്പെസിഫിക് പേഴ്സൺ ആൻഡ് ഇൻസിഡന്റ്. ഇതില് depicting the relationship between various construct and health belief model എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന ഫിഗർ നിങ്ങൾ നോക്കാട്ടോ. അതിലെ ബിഹേവിയറില് കോസസ് ഓഫ് ഇതില് പെർസീവ്ഡ് സബ്സെപ്റ്റബിലിറ്റി, പെർസീവ്ഡ് സിവാരിറ്റി, പെർസീവ്ഡ് ബെനിഫിറ്റ്, പെർസീവ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പെർസീവ്ഡ് ത്രെറ്റില് ബിഹേവിയർ അല്ലെ, കോസസ് ആക്ഷൻ, ഇതൊക്കെ ബിഹേവിയറിൽ വേണം. എഫക്റ്റീവ്നെസ് ഓഫ് ബിഹേവിയർ, സെൽഫ് എഫിക്കസി, എഫക്റ്റീവ്നെസ് ഓഫ് ബിഹേവിയർ, ഇത് രണ്ടും ബിഹേവിയർ. അപ്പൊ ഇത് നോക്കി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇനി ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്ക്രീനിങ് predicted more adherent by women using health belief for HBM. ത്രെറ്റ് ബ്രീസ്റ്റ് ക്യാൻസർ ആൻഡ് ഹൈ ആൻഡ് ദ ബാരിയേഴ്സ്. അപ്പൊ ബ്രീസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരാണ്, HBM ആണ്. കോസ്റ്റ് സർവീസ് ആക്സസ്. അപ്പൊ കോസ്റ്റ് കുറച്ച് വെച്ചിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ഗവൺമെന്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. വെച്ച് മെയിൻ ട്രെയിനിങ്, എക്സലന്റ് ഹെൽത്ത്, നല്ല നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, നല്ല എക്സലന്റ് ഹെൽത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഇയർലി ഐഡന്റിഫിക്കേഷൻ, ബൂസ്റ്റിംഗ് റിക്കവറി ചാൻസസ്, നമ്മൾ ചാൻസസ് ഉണ്ടാകുന്നത് എങ്ങനെയല്ല എന്നുള്ളത് നോക്കുന്നുണ്ട്. എന്നാലും ഇതെല്ലാം നോക്കിയെങ്കിലും പിന്നെയും നമുക്ക് ഈ രോഗങ്ങളെ പിന്നെ രോഗങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും മരുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈഡ്ലി സ്പ്രെഡ് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. മെയിൻ വുമൺ സഡൻലി അവയർനെസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാമോഗ്രാം ടെസ്റ്റുകളൊക്കെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. COVID-19 as an illustration, people did not take the precautionary measures. അപ്പൊ COVID-19 ഇല്ലസ്ട്രേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഒരിക്കലും പ്രിക്കോഷണറി മെഷേഴ്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല, സച്ച് ആസ് മാസ്കിംഗ് ദർ ഫേസസ്. ഒരു പ്രിക്കോഷൻസ് എടുത്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് റൂൾസ് വന്നപ്പോഴാണ്, സച്ച് ആസ് മാസ്കിംഗ് ദ faces because the recessive threat in India at the time the cases first reported from China അല്ലെ. അതൊക്കെ നമ്മൾ പറഞ്ഞു പ്രിവെന്റീവ് എന്തൊക്കെ നടത്തി അല്ലെ, 14 ദിവസം ക്വാറന്റൈനിൽ എടുത്തു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്രിവെൻഷൻ ആണ് അതൊക്കെ. Researchers note two significant drawbacks of HBM. This approach only considers the cognitive component of behavior, completely overlooks an emotional component. ഈ അപ്രോച്ച് കൊണ്ട് കൺസിഡർ ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് കോമ്പോണന്റ് ഓഫ് ബിഹേവിയർ. കോഗ്നിറ്റീവ് ആയിട്ടുള്ള കോമ്പോണന്റ് ആയിട്ടുള്ള, അതായത് എല്ലാവരും ബിഹേവിയറിലാണ് കംപ്ലീറ്റ് ഓവർലുക്സ്, ഇമോഷണൽ കോമ്പോണന്റ് ഒന്നുമില്ലാത്ത രീതിയിൽ എന്താ കൺസിഡർ ചെയ്യുക, നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ കോമ്പോണന്റ് ഉണ്ടാക്കിയെടുക്കാം. ആക്ഷൻസ്, നല്ല കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നല്ല ആക്ഷൻസ് സ്റ്റഡി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഫങ്ഷൻസ് നല്ല രീതിയിൽ അണ്ടർസ്റ്റുഡ് ചെയ്ത് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നല്ല രീതിയിലുള്ള സ്പിരിറ്റ് ആയിട്ട് നല്ലൊരു സെൽഫ് എഫിഷ്യൻസി ആയിട്ടുള്ള ആളുകളെ ഇൻഡിവിജ്വലി ഹെൽത്ത് ബിഹേവിയർ കൊണ്ടുവരാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഞാൻ ബാക്കി ആഫ്റ്റർ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ് ആഫ്റ്റർ കണ്ടിന്യൂ ആണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, നമുക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്.